ഈ പാലക്കാട് ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ അതിക്രൂരമായി തല്ലിക്കൊന്നത്. അപ്പോൾ തല്ലിക്കൊന്നത് ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ വളരെ കൃത്യമായി നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് RSS ആണ്. RSSന്റെ വംശീയത, ആ വംശീയ വെറിയാണ് അവിടെ നമ്മൾ കേട്ടത്. എവിടെയാണ് നിന്റെ നാട്, നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് കൊല്ലുന്ന ചിത്രമാണ് നമ്മൾ ലൈവായി കണ്ടത്. അതിനകത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായിട്ടുള്ള കണ്ണൻ എന്ന ഉദയകുമാർ, അയാളും ഈ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് RSS നേതൃത്വം നടത്തിയിട്ടുള്ള ഇത്തരം ഹീനമായ നീക്കത്തെ കോൺഗ്രസും പിന്തുണക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിലൊക്കെ രാഷ്ട്രീയം കലർത്തണോ എന്നാണ് ചോദിച്ചത്. പിന്നെ ഏതിലാണ് രാഷ്ട്രീയം നമ്മൾ കാണുക? നീ ബംഗ്ലാദേശിയല്ലേ എന്ന് വളരെ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരാളെ തല്ലിക്കൊല്ലുന്നതിൽ രാഷ്ട്രീയമില്ലെങ്കിൽ പിന്നെ ഏതിലാണ് നമുക്ക് രാഷ്ട്രീയം കാണാൻ വേണ്ടി കഴിയുക? അപ്പൊ RSSന് കൂടുതൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അപകടം സംബന്ധിച്ച് എത്രയോ കാലമായി നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ RSSന് വിവിധ പ്രദേശങ്ങളിൽ ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാവുമ്പോൾ ആ സ്വാധീനത്തെ അവർ ഉപയോഗപ്പെടുത്തിയിട്ട് ആൾക്കൂട്ട കൊലയിലേക്ക്, വംശീയ കൊലയിലേക്ക്, വർഗീയ കലാപത്തിലേക്കാണ് ആളുകൾ നയിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വംശീയ ആക്രമണത്തിനെതിരായിട്ട്, ഇത്തരം ഹീനമായിട്ടുള്ള കൊലപാതകങ്ങൾക്കെതിരായിട്ട് അതിശക്തമായിട്ട് പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട്. DYF നേതൃത്വത്തിൽ അവിടെ കഴിഞ്ഞ ദിവസം ഏകതാ സമ്മേളനം എന്ന നിലയിൽ ഒരു വലിയ പരിപാടി അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ തുടർന്നും ഈ പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെ അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാമുള്ള ആളുകളെ വേട്ടയാടുന്ന ഇത്തരം നെറികെട്ട സംസ്കാരത്തിനെതിരായി സമരങ്ങൾ സംഘടിപ്പിക്കും, പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കൊണ്ടുവരും എന്നാണ് പറയാനുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇന്നലെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം അങ്ങനെയല്ലല്ലോ. ഇപ്പം RSS നടത്തിയിട്ടുള്ള ഈ ഹീനമായ ഇടപെടൽ നമ്മുടെ കേരളത്തിനാകെ അപമാനമായി പോയി. ഇന്നലെയാണ് ഈ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ആരുടെ ഹൃദയം ആർക്കാണ് കൊടുത്തത്? നേപ്പാളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഈ നാട് നൽകിയിട്ടുള്ള കരുതൽ എത്രമാത്രം വലുതാണ് എന്നാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇപ്പൊ നേപ്പാളിലെ പെൺകുട്ടിക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ ഹൃദയം കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അനുഭവം കേരളത്തിന് പുതിയ അനുഭവം. അപ്പൊ ഇത്തരം നല്ല വാർത്തകൾ ഉണ്ടാവുന്ന സന്ദർഭത്തിലാണ് കേരളത്തിനാകെ കളങ്കമുണ്ടാക്കുന്ന രൂപത്തിൽ RSSന്റെ ഇടപെടൽ. ആ RSSന്റെ ഇടപെടലിനെ കട്ടക്ക് ന്യായീകരിക്കുക, എല്ലാ പിന്തുണയും കൊടുക്കുക, അതിനെ തള്ളിപ്പറയാതിരിക്കുക എന്ന നിലപാടാണ് VD സതീശനും കേരളത്തിലെ കോൺഗ്രസും സ്വീകരിക്കുന്നത്. അത് അങ്ങേയറ്റം അപമാനകരമാണ്. RSSനെ സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് തിരിച്ചറിയണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.